ജീവനോടെ ആയിരിക്കുന്നത് അവൻ ദൈവത്തിന്റെ കരുണ മാത്രമാണ്, ദൈവത്തിന്റെ ദയ ഒന്ന് മാത്രമാണ് എന്ന് നാം ഹല്ലേലൂയ മനസ്സിലാക്കണം. നമ്മുടെ ആരുടെയും എടുക്കോ കഴിവോ അല്ല. അവൻ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ആ ഒരു ഹൃദയത്തോടുകൂടി ആയിരിക്കണം നാം ദൈവസന്നിധിയിലായിരിക്കേണ്ടത്. അവൻ ഇന്ന് പകലും ദൈവം നമ്മെ സൂക്ഷിച്ചു. ഇന്ന് രാത്രികാലവും ദൈവത്തെ ആരാധിപ്പാൻ ഒരു ആരാധന കൂടി നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്നു. അവൻ സ്തോത്രം. ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ നന്ദി ഹൃദയത്തോടുകൂടി നാം ആയിരിക്കണം. സ്തോത്രം. ഈ 40-ാം സങ്കീർത്തനത്തിലേക്ക് നാം കടക്കുമ്പോൾ ഇതിനു മുമ്പ് ഞാൻ ഈ 40-ാം സങ്കീർത്തനം ശുശ്രൂഷിച്ചാണ്. എന്നാൽ സ്തോത്രം ഹല്ലേലൂയ, ഇന്ന് സങ്കീർത്തനം സൂക്ഷിക്കാൻ എടുത്തപ്പോഴും സങ്കീർത്തനങ്ങൾ പലതും ഇങ്ങനെ നോക്കി വന്നപ്പോഴും 40-ാം സങ്കീർത്തനമാണ് എന്റെ ഹൃദയത്തിൽ വീണ്ടും ചെയ്യുവാൻ ഇടയായി തീർന്നത്. പ്രൈസ് ദി ലോർഡ്. ഇതിന്റെ പശ്ചാത്തലങ്ങളെല്ലാം മുമ്പൊരു പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല. സ്തോത്രം. സംഗീത പ്രമാണിക്ക് ദാവീദിന്റെ ഒരു സങ്കീർത്തനം എന്നാണ് തുടക്കത്തിലുള്ളത്. ഇതിന്റെ 13-ാം വാക്യം മുതൽ 17-ാം വാക്യം വരെ മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ 70-ാം സങ്കീർത്തനത്തിന്റെ തനി ആവർത്തനമാണ്. ഇതേ വാക്യങ്ങൾ തന്നെയാണ് 70-ാം സങ്കീർത്തനത്തിലും എഴുതപ്പെട്ടിരിക്കുന്നത്. സ്തോത്രം. അതിന്റെ പശ്ചാത്തലങ്ങളെല്ലാം ഞാൻ മുമ്പ് പറയുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. 1 ശമൂവേൽ 23-ാം അധ്യായമാണ് അതിന്റെ പശ്ചാത്തലം. ദാവീദ് 70-ാം സങ്കീർത്തനം എഴുതിയപ്പോൾ അതൊരു ജ്ഞാപക സങ്കീർത്തനം എന്നാണ് എഴുതിയിരിക്കുന്നത്. 70-ാം സങ്കീർത്തനത്തിന്റെ തുടക്കത്തിൽ സംഗീത പ്രമാണിക്ക് ദാവീദിന്റെ ഒരു ജ്ഞാപക സങ്കീർത്തനം എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ സ്തോത്രം, ദാവീദിനുണ്ടായ ഒരു സ്തോത്രം ഒരു പ്രത്യേകത സാഹചര്യത്തിൽ നിന്ന് ദാവീദിനെ ദൈവം വിടുവിച്ചതിന്റെ ജ്ഞാപകമായി, അതിന്റെ ഒരു ഓർമ്മയ്ക്കായി, അതിന്റെ ഒരു സന്തോഷത്തിൽ ദാവീദ് എഴുതി സംഗീത പ്രമാണിക്ക് കൊടുത്തിരിക്കുന്ന സങ്കീർത്തനമാണ് ഈ പറയുന്ന 40-ാം സങ്കീർത്തനവും 70-ാം സങ്കീർത്തനവും. പ്രൈസ് ദി ലോർഡ്. അതിന്റെ സാഹചര്യം എന്ന് പറഞ്ഞാൽ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ സ്തോത്രം, അഭിഷേകം നഷ്ടപ്പെട്ട ശൗലിനെ ഭയപ്പെട്ട് അഭിഷിക്തനായ ദാവീദ് ഓടി ഒളിക്കുന്ന സാഹചര്യങ്ങളാണ്. മരുഭൂമിയിൽ കൂടെ ഗുഹകളിലും മരുഭൂമിയിലും വനാന്തരങ്ങളിലെല്ലാം പാർത്ത് അവസാനം ശൗല് ദാവീദിനെ പിന്തുടർന്ന് ഒരു മരുഭൂമിയുടെ അടുത്തെത്തിയപ്പോൾ ഒരു മലയിൽ ദാവീദും കൂട്ടരും ഒരു മലയിൽ ശൗലും കൂട്ടരുമായിട്ട് എത്തിപ്പെടുവാൻ ഇടയായി തീർന്നു. ദാവീദിന് ശൗലിനെ ആക്രമിച്ച് പരാജയപ്പെടുത്തുവാനുള്ള ശക്തിയും കൃപയുമുണ്ട്, ദൈവം അഭിഷേകം ചെയ്തിട്ടുണ്ട്. എന്നാൽ ഹല്ലേലൂയ, ദാവീദിന്റെ ഹൃദയത്തിൽ ഒരു തീരുമാനം ഉണ്ടായിരുന്നു. അത് ദൈവത്തിന്റെ അഭിഷിക്തനാണ്. ദൈവം അഭിഷേകം ചെയ്ത വ്യക്തിയായതുകൊണ്ട് ഞാൻ ആ അഭിഷിക്തനെ കൈവെക്കുന്നത് ശരിയല്ല എന്നുള്ള ഹൃദയത്തിലുള്ള ചിന്ത കൊണ്ട് ദാവീദ് ഒഴിഞ്ഞു മാറി പോയി നിൽക്കുകയാണ്. എന്നാൽ ഈ ഒരു സാഹചര്യത്തിൽ എത്തിയപ്പോൾ ദാവീദ് വളരെയേറെ ഭയപ്പെടുവാൻ ഇടയായി തീർന്നു. കാരണം തൊട്ടടുത്ത് ശൗല് കൂട്ടരും എത്തിയിരിക്കുകയാണ്. ഇനി ഒളിച്ചിരിക്കുവാൻ ഒരു സ്ഥലമില്ല, ഗുഹയില്ല, വനാന്തരങ്ങളില്ല, വെറും മരുഭൂമിയാണുള്ളത്. അല്പം ഒന്ന് അടുത്ത് വന്നു കഴിഞ്ഞാൽ ശൗലിന്റെ കരങ്ങളിൽ എത്തിപ്പെടുവാൻ ഇടയായി തീരും. എന്നാൽ ആ സമയത്ത് ദാവീദ് പ്രാർത്ഥിക്കുകയാണ്, യഹോവേ എന്നെ വിടുവിപ്പാൻ ഇഷ്ടം തോന്നണമേ, യഹോവേ എന്നെ സഹായിപ്പാൻ വേഗം വരണമേ, എനിക്ക് ജീവഹാനി വരുത്തുവാൻ നോക്കുന്നവർ ലജ്ജിച്ച് ഭ്രമിച്ചു പോകട്ടെ, എന്റെ അനർത്ഥത്തിൽ സന്തോഷിക്കുന്നവർ പിന്തിരിഞ്ഞ് അപമാനമേൽക്കട്ടെ. ഇങ്ങനെ ഹല്ലേലൂയ ആ 13 മുതൽ 17 വരെയുള്ള ദാവീദിന്റെ ഒരു പ്രാർത്ഥനയാണ്. പ്രൈസ് ദി ലോർഡ്. ഭക്തനായ അഭിഷിക്തനായ ദാവീദിന്റെ നിസ്സഹായാവസ്ഥയിൽ നിന്നുള്ള ആ പ്രാർത്ഥനയാണ് 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ. സ്തോത്രം. ആ ശമൂവേലിന്റെ പുസ്തകം 23-ാം അധ്യായം നാം വായിക്കുമ്പോൾ, 23-ാം അധ്യായം നാം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയും 23-ന്റെ 27-ൽ സ്തോത്രം ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അപ്പോൾ ശൗലിന്റെ നോക്കൂ, അവിടെ ദാവീദിന്റെ പ്രാർത്ഥന ക്ഷണത്തിൽ ദൈവം കേൾക്കുവാൻ ഇടയായി തീർന്നു. നോക്കി, ദാവീദ് അവിടെ പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ ദാവീദിനെ വിടുവിക്കേണ്ടതിന് വേണ്ടി ഹല്ലേലൂയ ഫെലിസ്ത്യരെ പട്ടണത്തിലേക്ക് അയക്കുവാൻ ഇടയായി തീർന്നു. ശൗലിന്റെ ദൂതൻ വന്നിട്ട് പറയുകയാണ്, ഫെലിസ്ത്യർ ദേശത്തെ ആക്രമിക്കുന്നു. ഉടനെ തന്നെ ദാവീദിനെ പിന്തുടർന്ന് വിട്ടിട്ട് തിരിച്ച് സ്വന്തം ദേശത്തേക്ക് ശൗല് തിരിച്ചു പോവുകയാണ്. നോക്കിയേ, ആ ഭക്തന്റെ പ്രാർത്ഥനയ്ക്കുള്ള മറുപടി ആ സ്പോട്ടിൽ തന്നെ ലഭിക്കുവാൻ ഇടയായി തീർന്നു. ഈ ഒരു ആ പ്രാർത്ഥനയ്ക്കുള്ള മറുപടി ലഭിച്ചതിന്റെ ജ്ഞാപകമായിട്ടാണ് ആ സങ്കീർത്തനം എഴുതിയതായിട്ട് നമുക്ക് കാണപ്പെടുന്നത്. എന്നാൽ സ്വന്തം ഈ സങ്കീർത്തനം വായിക്കുമ്പോൾ പ്രധാനമായും ദൈവദാസന്മാരെ എപ്പോഴും പ്രസംഗിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് ഇത് കർത്താവിന്റെ ആത്മാവിൽ എഴുതപ്പെട്ട സങ്കീർത്തനമാണ്. ദാവീദ് ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ട ഒരു ഭക്തനാണ്, ഒരു രാജാവാണ്. പ്രൈസ് ദി ലോർഡ്. ദാവീദിനെ കുറിച്ച് പറയുന്നത് ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനാണ്. സ്തോത്രം. ആ ഹൃദയത്തിൽ ദൈവത്തിന്റെ അഭിഷേകത്തിൽ പലപ്പോഴും ദാവീദ് സങ്കീർത്തനം എഴുതുമ്പോൾ അത് ഹല്ലേലൂയ യേശു ക്രിസ്തു സംസാരിക്കുന്നതായിട്ടാണ് ആ തിരുവചനത്തിലൂടെ വെളിപ്പെട്ട് വരുന്നത്. ഇതിന്റെ പ്രധാനമായിട്ടും അതിന്റെ 6-ാം വാക്യം മുതലാണ് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനം അവിടെ എഴുതപ്പെട്ടിരിക്കുന്നത്. 6-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഹനനയാകവും ഭോജനയാകവും നീ ഇച്ഛിച്ചില്ല,
നീ ചെവികൾ എനിക്ക് തുളച്ചിരിക്കുന്നു, ഹോമയാഗവും പാപയാഗവും നീ ചോദിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തകച്ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. എന്റെ ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. ദാവീദ് സങ്കീർത്തനം എഴുതുമ്പോൾ ആമേൻ സ്തോത്രം, ദാവീദിന്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന വചനം എന്ന് പറയുന്നത് അത് കർത്താവായ യേശുക്രിസ്തു സംസാരിക്കുന്നതായിട്ടാണ് ആ ഹൃദയത്തിൽ നിന്ന് വരുന്നത്. ആമേൻ, പുസ്തകച്ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ആമേൻ ഞാൻ കടന്നു വരികയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ, ഹനനയാഗങ്ങളും ഹോമയാഗങ്ങളും കൊണ്ട് പാപത്തിന് പരിഹാരമായിട്ട് ദൈവം ഒരു സമയത്ത് പാപത്തിന് പരിഹാരത്തിന് വേണ്ടി ഹനനയാഗങ്ങളും ഹോമയാഗങ്ങളും വെച്ചിരുന്നുവെങ്കിലും ഈ ഹനനയാഗങ്ങളും ഹോമയാഗങ്ങളൊന്നും മനുഷ്യനെ വിടുവിക്കുവാൻ, മനുഷ്യന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ മതിയായതല്ല എന്ന് ദൈവത്തിന് തോന്നിയത് കൊണ്ട് സ്വപുത്രനെ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ശരീരം നൽകി, അല്ലെങ്കിൽ ദൈവം തന്നെ ശരീരം വെച്ചുകൊണ്ട് അവൻ സ്തോത്രം ഭൂമിയിലേക്ക് ഇറങ്ങി വരുവാൻ അവൻ പദ്ധതിയിട്ടു. ആ പദ്ധതിയാണ് പുസ്തക ചുരുളുകളിൽ എഴുതിയിരുന്നത്. സ്തോത്രം. കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്ന് അവൻ നമ്മുടെ എല്ലാ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി യാഗമായി തീരുവാൻ വരുന്ന ആ ഒരു അറിയിപ്പാണ് അവൻ ദാവീദിലൂടെ അവിടെ ഹല്ലേലൂയ എഴുതിയിരിക്കുന്നത്. ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളുകളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പാപങ്ങളുടെ പരിഹാരത്തിന് ഹനനയാഗങ്ങളോ ഹോമയാഗങ്ങളോ ഒന്നും ആമേൻ മതിയായില്ല എന്ന് തിരുവനന്തപുരത്ത് നമുക്ക് കാണുവാൻ കഴിയും. ഇത് സ്തോത്രം ആമേൻ സങ്കീർത്തനക്കാരനാണ് ഇത് പറയുന്നതെങ്കിലും എന്താണിത് യേശുവിനെ കുറിച്ചാണ് ഉറപ്പിക്കുന്നത്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ എബ്രായ ലേഖനത്തിൽ അതിന്റെ 10-ാം അധ്യായത്തിൽ 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിലും ഇതേ വാക്യങ്ങൾ ഉദ്ധരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ. എബ്രായ ലേഖനൻ അപ്പോസ്തലനായ പൗലോസ് ആമേൻ ഹല്ലേലൂയ വീണ്ടും ഉറപ്പിച്ചു പറയുകയാണ്. നോക്കൂ, ദാവീദിന്റെ സങ്കീർത്തനത്തിൽ ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു. ആമേൻ സ്തോത്രം. അത് വായിക്കാമോ? നോക്കിയേ, അവിടെ സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്ന അതേ വാക്യങ്ങൾ ഉദ്ധരിച്ച് ശൗൽ അപ്പോസ്തലനായ പൗലോസ് അവിടെ പ്രത്യേകിച്ച് എടുത്തു പറയുകയാണ്. അന്ന് ആമേൻ സങ്കീർത്തനം പറഞ്ഞിരിക്കുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചായിരുന്നു. ആമേൻ, അത് നിവൃത്തിയായി എന്നുള്ളത് പറയുകയാണ്. അതിലൊരു കാര്യങ്ങളും കൂടെ എടുത്ത് അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ആമേൻ സ്തോത്രം, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്ത് ചെയ്തു, ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു. എന്നാൽ തുടങ്ങുമ്പോൾ ഹനനയാഗം വഴിപാട് നിശ്ചയിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് എന്നാൽ ഒരു ശരീരം നീ എനിക്ക് ഒരുക്കിയിരിക്കുന്നു എന്ന് പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ ഹല്ലേലൂയ. യാഗത്തിന് എന്ത് വേണം? ഒരു ശരീരം വേണം. പ്രൈസ് ദി ലോർഡ്. ആദ്യത്തെ നിയമം അങ്ങനെയായിരുന്നു. ആമേൻ, പാപത്തിനനുസരിച്ച് ആട്ടുകൊറ്റന്മാരെയോ കാളകളെയോ മുറുപ്രാവിനെയോ യാഗമർപ്പിക്കുന്ന ഒരു വ്യവസ്ഥയായിരുന്നു. സ്തോത്രം. അതിനൊരു ശരീരം ആവശ്യമായിരുന്നു. എന്നാൽ ഹല്ലേലൂയ യാഗം ചെയ്യും, വീണ്ടും പാപം ചെയ്യും, വീണ്ടും ഹല്ലേലൂയ പാപം ചെയ്യുന്നു, യാഗമർപ്പിക്കുന്നു. ഇതിനൊരു ഹല്ലേലൂയ ഒരു ആമേൻ സ്തോത്രം പരിഹാരമില്ല എന്ന് കണ്ടപ്പോൾ അവൻ യാഗ ശരീരമായി തീരുവാൻ കർത്താവ് യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വരുവാൻ ഇടയായി തീർന്നു. എന്നാൽ തിരുവചനം ഹല്ലേലൂയ വ്യക്തമായി പഠിപ്പിക്കുന്നു, ഈ യാഗങ്ങളിൽ ഒന്നുമല്ല ആമേൻ സ്തോത്രം ദൈവം പ്രസാദിക്കുന്നത്. സ്തോത്രം. ആമേൻ. മിക 6:7 വായിക്കാം. മിക 6:7 അത് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളെ കുറിച്ചും ഒക്കെ മിക 6:7 രേഖപ്പെടുത്തിയിരിക്കുന്നു. ആമോസ് 5:22 പറയുന്നുണ്ട്. ആമേൻ, നിങ്ങൾ വായിക്കാം. 6:7. മിക 6:7. പ്രൈസ് ദി ലോർഡ്. നോക്കിയേ, അവിടെ ഒന്നും യാഗങ്ങളെ കുറിച്ച് ഹല്ലേലൂയ ദൈവം യാഗങ്ങളിലൊന്നും പ്രസാദിക്കുന്നില്ല എന്നുള്ളതാണ് അവിടെ എഴുതപ്പെട്ടിരിക്കുന്നത്. ആമേൻ സ്തോത്രം. യാഗങ്ങളെക്കാൾ അപ്പുറത്ത് ആമേൻ ഹല്ലേലൂയ കർത്താവിന്റെ ഇഷ്ടം ചെയ്ത് ന്യായം പ്രവർത്തിക്കുന്നതാണ് നല്ലത് എന്ന് ദൈവം ഇവിടെ പറയുവാൻ ഇടയായി തീർന്നു. ആമോസിന്റെ 5:22 ആമേൻ സ്തോത്രം ഇങ്ങനെ എഴുതിയിരിക്കുന്നു. നിങ്ങൾ എനിക്ക് ഹോമയാഗങ്ങളും ഭോജനയാഗങ്ങളും അർപ്പിച്ചാലും ഞാൻ പ്രസാദിക്കുകയില്ല. തടിച്ച മൃഗങ്ങൾ കൊണ്ടുള്ള നിങ്ങളുടെ സമാധാനയാഗങ്ങളെ ഞാൻ കടാക്ഷിക്കുകയില്ല. നിന്റെ പാട്ടുകളുടെ സ്വരം എന്റെ മുമ്പിൽ നിന്ന് നീക്കുക. നിന്റെ വീണനാദം ഞാൻ കേൾക്കുകയില്ല. എന്നാൽ ന്യായം വെള്ളം പോലെയും നീതി വറ്റാത്ത തോട് പോലെയും കവിഞ്ഞൊഴുകട്ടെ. ഇസ്രായേൽ ഗൃഹമേ, നിങ്ങൾ മരുഭൂമിയിൽ എനിക്ക് 40 സംവത്സരം ഹനനയാഗങ്ങളും ഭോജനയാഗങ്ങളും അർപ്പിച്ചുവോ?
ആമേൻ സ്തോത്രം ഇങ്ങനെ ഹല്ലേലൂയ ഹനനയാഗങ്ങളെ കുറിച്ചും ഹോമയാഗങ്ങളെ കുറിച്ചും ആമേൻ ഹല്ലേലൂയ വീണ്ടും വീണ്ടും ഇവരെ പറഞ്ഞ് ഓർമ്മിപ്പിക്കുകയാണ്. എന്താണ് സ്തോത്രം? നിങ്ങൾ എത്ര ഹനനയാഗം അർപ്പിച്ചാലും, നിങ്ങൾ എത്ര യാഗങ്ങളും ആമേൻ സ്തോത്രം എന്തെല്ലാം ചെയ്താലും പ്രൈസ് ദി ലോർഡ് ഇതെല്ലാം ഹല്ലേലൂയ ആമേൻ സ്തോത്രം ഞാൻ പ്രസാദിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ് ആമേൻ. നിങ്ങളുടെ പാട്ടുകൾ ഹല്ലേലൂയ നിങ്ങൾ ഇതെല്ലാം ചെയ്തിട്ട് ഹോമയാഗം ഹനനയാഗം അർപ്പിച്ചിട്ട് ആമേൻ നിങ്ങൾ ഹല്ലേലൂയ നേരായി വന്നില്ല എങ്കിൽ ആമേൻ നിങ്ങളുടെ പാട്ടുകൾ എനിക്ക് ഹല്ലേലൂയ സ്തോത്രം പ്രസാദമാകുകയില്ല, വെറുപ്പായി തീരുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. യെശയ്യാവിന്റെ 1-ാം അധ്യായത്തിലും സ്തോത്രം ഹല്ലേലൂയ ഇത് തന്നെ ഹല്ലേലൂയ ദൈവം പറഞ്ഞ് ഓർമ്മിപ്പിക്കുകയാണ്. യെശയ്യാവിന്റെ 1-ാം അധ്യായം 11-ാം വാക്യത്തിൽ ആമേൻ സ്തോത്രം ഹല്ലേലൂയ വീണ്ടും ഇതിനെക്കുറിച്ച് അവിടെയും ഹല്ലേലൂയ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. സ്തോത്രം ആമേൻ ഹല്ലേലൂയ. ഇതൊന്നും ഞാൻ എന്ത് ചെയ്യുന്നില്ല, പ്രസാദിക്കുന്നില്ല. എന്നാൽ എന്തിലാണ് പ്രസാദിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആമേൻ ശമൂവേൽ അതിന്റെ 15-ന്റെ 22-ാം വാക്യത്തിൽ ശമൂവേൽ ഇങ്ങനെ പറയുന്നു. ആമേൻ സ്തോത്രം യഹോവയുടെ കൽപ്പന അനുസരിക്കുന്നത് പോലെ ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും യഹോവയ്ക്ക് പ്രസാദമാകുമോ? ഇത് അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. മത്സരം ആവിചാരം ദോഷം പോലെയും ശാഠ്യം മിഥ്യാപൂജയും വിഗ്രഹാരാധനയും പോലെയും ആകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ യഹോവയുടെ വചനത്തെ തള്ളിക്കളഞ്ഞതുകൊണ്ട് അവൻ നിന്നെയും രാജസ്ഥാനത്ത് നിന്ന് തള്ളിക്കളഞ്ഞിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ വളരെ വ്യക്തമായിട്ട് ശമൂവേൽ എടുത്തു പറയുകയാണ്. സ്തോത്രം ആമേൻ ഹല്ലേലൂയ. ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും അർപ്പിക്കുന്നതിനേക്കാളും യഹോവ ദൈവം ആഗ്രഹിക്കുന്നത് ആമേൻ സ്തോത്രം അനുസരണയുള്ള ആമേൻ ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുന്ന, ദൈവത്തിന്റെ വചനത്തെ അനുസരിക്കുന്ന ഒരു ഹൃദയത്തെയാണ് ആമേൻ ഹല്ലേലൂയ ദൈവം ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനക്കാരൻ ഹല്ലേലൂയ ഇവിടെ പറയുമ്പോൾ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ കർത്താവ് യേശുക്രിസ്തുവിന്റെ വരവും അതിനെക്കുറിച്ച് പ്രവചിച്ചുകൊണ്ട് കർത്താവ് തന്നെ പറയുന്നതായിട്ടാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആമേൻ കർത്താവ് യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നു. ആമേൻ സ്തോത്രം ഒരിക്കലായി നമുക്ക് വേണ്ടി യാഗം അർപ്പിക്കപ്പെട്ടു. അതിന്റെ താഴേക്ക് ഹല്ലേലൂയ 12-ാം വാക്യത്തിൽ പറയുമ്പോൾ സംഖ്യയില്ലാത്ത അനർത്ഥങ്ങൾ എന്നെ ചുറ്റിയിരിക്കുന്നു, മേൽപോട്ട് നോക്കുവാൻ കഴിയാതെ എന്റെ അകൃത്യങ്ങൾ എന്നെ എത്തിപ്പിടിച്ചിരിക്കുന്നു, അവ എന്റെ തലയിലെ രോമത്തെക്കാളും അധികം. പ്രൈസ് ദി ലോർഡ്. ഇതിനെക്കുറിച്ച് ഹല്ലേലൂയ ദൈവശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ആമേൻ സ്തോത്രം ഹല്ലേലൂയ ദാവീദിന്റെ പാപങ്ങളെ കുറിച്ചുള്ള ആധിക്യമല്ല, മറിച്ച് സ്തോത്രം കർത്താവ് യേശുക്രിസ്തു ക്രൂശിലേക്ക് കടന്നു പോകുമ്പോൾ ആമേൻ സർവ്വലോകത്തിന്റെയും സർവ്വ മാനവരുടെയും ഹല്ലേലൂയ പാപത്തെ തന്റെ ശരീരത്തിൽ വഹിക്കുന്നതിനെ കുറിച്ചാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്തോത്രം ആമേൻ ഹല്ലേലൂയ. ഇതിനെ ഹല്ലേലൂയ തലയിലെ രോമങ്ങളിലേക്കാളും അധികം ആമേൻ സ്തോത്രം എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ എല്ലാം പാപങ്ങൾക്ക് വേണ്ടി, നമ്മുടെ എല്ലാം ഹല്ലേലൂയ സ്തോത്രം നമ്മുടെ എല്ലാം അനുസരണക്കേടുകൾക്ക് വേണ്ടി കർത്താവ് യേശുക്രിസ്തു യാഗമായി തീരുവാൻ ഇടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ ഹല്ലേലൂയ. എങ്കിലും ഇന്നും ഹല്ലേലൂയ കർത്താവിൽ വിശ്വസിക്കുന്ന നമുക്ക് ഹല്ലേലൂയ ഒരു ധൈര്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. നാം പ്രാർത്ഥിക്കുമ്പോൾ നേരത്തെ ദാവീദ് പറഞ്ഞതുപോലെ സ്തോത്രം ആ നിമിഷം തന്നെ ഹല്ലേലൂയ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ള വിശ്വാസത്തിലാണ് നാം ആയിരിക്കുന്നത്. സ്തോത്രം ഹല്ലേലൂയ. 17-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് ആമേൻ സ്തോത്രം ഞാനോ എളിയവനും ദരിദ്രനുമാകുന്നു, എങ്കിലും കർത്താവിനെ വിചാരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അതാണ്. പ്രൈസ് ദി ലോർഡ്. നാം ഒരുപക്ഷെ ദരിദ്രനായിരിക്കാം. ആമേൻ ഹല്ലേലൂയ. നാം ഒരുപക്ഷെ ഹല്ലേലൂയ സമൂഹത്തിന് മുമ്പിൽ വളരെ എളിയവരായിരിക്കാം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഹല്ലേലൂയ യാതൊരു യോഗ്യതയും മറ്റുള്ളവരുടെ മുമ്പിൽ എടുത്തു പറയുവാൻ ചിലപ്പോൾ കാണുകയില്ല. സ്തോത്രം. സാമ്പത്തികമായിട്ട് നമ്മൾ വളരെ പിന്നോക്കമായിരിക്കാം, ജോലിയിൽ ഒരുപക്ഷെ നമ്മൾ വളരെ പിന്നോക്കമായിരിക്കാം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഹല്ലേലൂയ നമുക്കൊരു ഉറപ്പുണ്ട്, എങ്കിലും കർത്താവിനെ വിചാരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. കർത്താവിന്റെ ഹൃദയത്തിൽ ഞാനുണ്ട്. ആമേൻ സ്തോത്രം. കർത്താവ് എന്നെ കുറിച്ച് ആമേൻ ഹല്ലേലൂയ ഓർക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ആമേൻ പ്രാർത്ഥിക്കുമ്പോൾ, ഞാൻ ദൈവസന്നിധിയിൽ അപേക്ഷിക്കുമ്പോൾ കേൾക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട് എന്നുള്ളതാണ് പ്രൈസ് ദി ലോർഡ് എന്റെ ധൈര്യം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രികാലം ആ ധൈര്യം നമുക്ക് വേണം. പ്രൈസ് ദി ലോർഡ്. ആ ധൈര്യം നമുക്ക് വേണമെങ്കിൽ ഹല്ലേലൂയ സങ്കീർത്തനക്കാരൻ അതിന്റെ തുടക്കത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ആമേൻ ഹല്ലേലൂയ എന്റെ നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി എന്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി എന്റെ ഗമനത്തെ സ്ഥിരമാക്കി അവൻ എന്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു. നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ ആമേൻ ഹല്ലേലൂയ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ തന്ന ഏറ്റവും വലിയ കാര്യമാണ്. നാം ഹല്ലേലൂയ കുഴഞ്ഞ ചേറ്റിൽ
ആയിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. നാശകരമായ കുഴിയിലായിരുന്നു. സ്തോത്രം. എല്ലാവർക്കും പറയുവാൻ ഒരു സാക്ഷ്യമുണ്ടാവും ജീവിതത്തിൽ. ആമേൻ. സ്തോത്രം. ആർക്കും അങ്ങനെ ഒരു സാക്ഷ്യത്തിൽ ഇല്ലാതെ ഒരു വിശ്വാസം ഉണ്ടാകില്ല. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ, ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ സ്തോത്രം കുഴഞ്ഞ ചേറ്റിലും, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, രക്ഷപ്പെടാൻ കഴിയാത്ത നാശകരമായ കുഴിയിലും നാം അകപ്പെട്ടു പോകുവാൻ ഇടയുണ്ട്. ആമേൻ സ്തോത്രം. അവിടുന്ന് വിടുവിച്ച ഒരു സാഹചര്യത്തെ ഇന്ന് രാത്രികാലം നമുക്ക് ഹൃദയത്തിൽ ഓർക്കുവാൻ കാണും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. അവിടുന്നാണ് ദൈവം നമ്മെ വിടുവിച്ചത്. പ്രൈസ് ദി ലോർഡ്. ആ നാശകരമായ കുഴിയിൽ നിന്നാണ് കർത്താവ് നമ്മെ കരം പിടിച്ച് ഉയർത്തിയത്. ആമേൻ. ആ കുഴഞ്ഞ ചേറ്റിൽ നിന്നാണ് നമ്മെ ദൈവം വിടുവിച്ചത്. സ്തോത്രം. ഹല്ലേലൂയ. ഒരു കാലെടുത്ത് വെക്കുമ്പോൾ മറ്റേ കാല് താന്നു പോകും. പ്രൈസ് ദി ലോർഡ്. വീണ്ടും അടുത്ത സ്റ്റെപ്പ് എടുത്ത് വെക്കാമെന്ന് ചിന്തിക്കും. ആമേൻ. ഹല്ലേലൂയ. ആ സ്റ്റെപ്പ് എടുത്ത് വെക്കുമ്പോൾ ആമേൻ മറ്റു ഉയർത്തിയ കാലം വീണ്ടും താന്നു പോകാനിടയായി തീരും. ആമേൻ. എത്ര ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ, ആമേൻ നോക്കിയിട്ടും രക്ഷപ്പെടുവാൻ സാധിക്കാത്ത അവസ്ഥ. ആമേൻ ഹല്ലേലൂയ. എത്ര മുന്നോട്ട് പോകുവാൻ ആമേൻ ശ്രമിച്ചിട്ടും സാധിക്കാത്ത ഒരവസ്ഥ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ അവിടെ എല്ലാം ആശ്രയമായ ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കുമ്പോൾ കർത്താവ് ആമേൻ മകനെ മകളെ എന്ന് വിളിച്ച് ഹല്ലേലൂയ നമ്മുടെ കരം പിടിച്ച് ഉയർത്തുന്ന ഒരു അവസ്ഥയുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആമേൻ ഭാഗ്യകരമായ അവസ്ഥ എന്ന് പറയുന്നത്. അത് കഴിയുമ്പോഴാണ് അവിടെ എഴുതിയിരിക്കുന്നത്, അവന്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു. ആമേൻ. നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. ഇന്ന് രാത്രികാലം നാം പാട്ട് പാടുമ്പോൾ, നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ ആ സ്തുതിയും ആരാധനയുമാണ് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉയരുന്നത്. ആമേൻ. കർത്താവ് നമ്മെ വിടുവിച്ച സ്നേഹത്തിൽ നിന്നുള്ള ആരാധനയും സ്തുതിയുമാണ് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉയരുന്നത്. എന്നാൽ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ വേണം. പ്രൈസ് ദി ലോർഡ്. ആറാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു. ആമേൻ ഹല്ലേലൂയ. അതിന്റെ രണ്ടാമത്തെ ഭാഗം, നീ ചെവികളെ എനിക്ക് തുളച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എന്താണ് ഹല്ലേലൂയ ആ വാക്കിന്റെ അർത്ഥം? നീ ചെവികളെ എനിക്ക് തുളച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഹല്ലേലൂയ പഴയ നിയമം വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കും. ആമേൻ. അടിമത്ത വ്യവസ്ഥയുണ്ടായിരുന്നു പഴയ നിയമകാലത്തില്. ഒരുവനെ അടിമയാക്കി ആമേൻ യജമാനന്റെ വീട്ടിൽ പാർപ്പിച്ചു കഴിയുമ്പോൾ അവൻ 7 വർഷത്തോളം ആമേൻ അവൻ അടിമയായിട്ടിരുന്നു കഴിഞ്ഞാൽ അവനൊരു വിമോചനമുണ്ട്. അവന് പുറത്തു, അവന്റെ ഇഷ്ടത്തിന് അവന് പുറത്തു പോകാം. അവന് ഫാമിലി ആയിട്ടൊക്കെ ജീവിച്ച്, ആ കുടുംബമായിട്ടൊക്കെ ജീവിച്ച് അവന് പുറത്തു പോകാം. എന്നാൽ ഹല്ലേലൂയ 7 വർഷം കഴിയുമ്പോൾ ആ അടിമ വന്നിട്ട്, ചില അടിമകൾ വന്നിട്ട് യജമാനോട് പറയും, അമ്മീ ഈ സ്നേഹസമ്പന്നനായ യജമാനനെ വിട്ടുപോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ എന്നും നിനക്ക് അടിമയായി തീരും. അമ്മീ സ്തോത്രം. നിന്റെ കീഴിൽ എന്നും അടിമയായിരിക്കുന്നതാണ് എനിക്ക് സന്തോഷം. അമ്മീ സ്തോത്രം. തിരുവചനത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നു. അപ്പോൾ ഹല്ലേലൂയ യജമാനൻ ആ അടിമയെ കൊണ്ടുപോയി ദേവാലയത്തിൽ, ആരാധനാലയത്തിൽ അല്ലെങ്കിൽ യാഗത്തിന്റെ അവിടെ കൊണ്ടുപോയിട്ട് അമ്മേ സ്തോത്രം അവിടെ വെച്ച് അവന്റെ കാതുകളെ തുളച്ച് അതിനകത്ത് കമ്മലിടുവാൻ ഇടയായി തീരും. അതിന്റെ അർത്ഥം ഇന്നു മുതൽ അന്ത്യം വരെയും, അതായത് ഇവന്റെ അവസാനം വരെയും ഇവൻ എന്റെ അടിമയാണ്. സ്തോത്രം. ഇവൻ എന്നെ വിട്ടുപോവുകയില്ല. ഇവൻ എനിക്കുള്ളവനാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇന്ന് രാത്രികാലം നാം അതിനകത്ത് മനസ്സിലാക്കേണ്ട ആത്മീയ അർത്ഥം പുതിയ നിയമത്തിൽ എന്താണെന്ന് ചോദിച്ചാൽ, ആമേൻ സ്തോത്രം, നമ്മെ രക്ഷിപ്പാൻ കർത്താവ് വന്നു. ആമേൻ. നാം സ്നേഹിച്ചതല്ല, നമ്മെ സ്നേഹിച്ച് നമ്മെ തിരഞ്ഞെടുത്ത ദൈവത്തിന്റെ സന്നിധിയിൽ ഹല്ലേലൂയ സ്തോത്രം. സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ നാം പറയണം, കർത്താവേ എന്റെ കാതുകൾ ആമേൻ ഞാൻ നിനക്കായി തുളച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നിന്നെ വിട്ട് ആമേൻ ഞാൻ എങ്ങോട്ട് പോവുകയില്ല കർത്താവേ. ആമേൻ സ്തോത്രം. ഇത്ര സ്നേഹസമ്പന്നനായ, ഇത്രയേറെ എന്നെ സ്നേഹിക്കുന്ന, ഇത്രയേറെ എന്നെ കരുതുന്ന, എനിക്ക് വേണ്ടുന്നതെല്ലാം നൽകി തരുന്ന ഈ കർത്താവിനെ വിട്ട് ഞാൻ ഒരു നാളും പോകില്ല കർത്താവേ എന്ന് പറഞ്ഞ് ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ഒരു യജമാനനെ പോലെ, ആമേൻ ഒരു ദാസനെ പോലെ യജമാനനെ ബഹുമാനിക്കുകയും യജമാനെ സ്നേഹിക്കുകയും യജമാനന്റെ കാൽക്കീഴിൽ നാം ഇരിക്കുകയും ചെയ്താൽ ആമേൻ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തന്റെ ആമേൻ തന്നിൽ ആശ്രയിച്ചു വരുന്ന ആ ദാസനെ ഒരു കാരണവശാലും യജമാനൻ കൈവിടുകയില്ല. യാതൊരു സാഹചര്യത്തിലും ആ ദാസനെ യജമാനൻ ഉപേക്ഷിക്കുകയില്ല. ആമേൻ ഹല്ലേലൂയ. രാത്രികാലം ആമേൻ സ്തോത്രം നാം ഹല്ലേലൂയ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ആ ഒരു ഹൃദയം നമുക്ക് വേണം. ആമേൻ കർത്താവേ ഞാൻ നിന്നെ വിട്ടൊരു നാളും പോവുകയില്ല. കർത്താവേ ഹല്ലേലൂയ ഞാൻ നിന്നോട് കൂടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. ആമേൻ എനിക്കൊരു വേറൊരു യജമാനൻ വേണ്ട കർത്താവേ. ആമേൻ ഹല്ലേലൂയ. ആരും എന്നെ സ്വീകരിക്കാനില്ലാതിരുന്നപ്പോൾ ആമേൻ എന്നെ ഹല്ലേലൂയ ഒരു സ്ഥലത്ത് വെച്ച് ലേലം വിളിക്കുവാൻ കൊണ്ട് നിർത്തിയിരുന്ന സാഹചര്യത്തിൽ ആമേൻ ഹല്ലേലൂയ നീ എന്നെ വിളിച്ചു കൊണ്ടുപോയി. ആമേൻ നീ എനിക്ക് ഹല്ലേലൂയ മാന്യമായ ഒരു ആമേൻ വസ്ത്രം തന്നു. ആമേൻ മാന്യമായ നീ എന്നെ ഹല്ലേലൂയ ഉടുപ്പിച്ചു. ആമേൻ എനിക്ക് നീ മാന്യത തന്നു. ആമേൻ എനിക്ക് വേണ്ടതെല്ലാം തന്ന് എന്നെ നടത്തിയ നിന്നെ വിട്ട് ഞാൻ ഒരു നാളും പോവുകയില്ല കർത്താവേ എന്നുള്ള ഒരു ഹൃദയം ആമേൻ നമുക്കുണ്ടെങ്കിൽ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. കർത്താവ് പറയുന്നു, ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. ആ ഉറപ്പ് പ്രാപിച്ചവരാണ് ഇന്ന് രാത്രികാലം ആമേൻ ഈ ദൈവസന്നിധിയിലായിരിക്കുന്നത്. ആമേൻ സ്തോത്രം. ആ സ്നേഹം നമുക്ക് എപ്പോഴും വേണം. പ്രൈസ് ദി ലോർഡ്. കർത്താവിനോടുള്ള പ്രാർത്ഥന എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വേണം. കർത്താവേ ഞാൻ നിന്നെ വിട്ട് ഒരു നാളും പോവുകയില്ല. ആമേൻ സ്തോത്രം. എന്റെ ചെവി ഞാൻ ഹല്ലേലൂയ നിനക്ക് തുളച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എങ്കിൽ ഹല്ലേലൂയ നാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് നാം ഒരു ഹല്ലേലൂയ കുഴിയിലും വീണു പോകാൻ
ഇടയാകുകയില്ല. പ്രൈസ് ദി ലോർഡ്. എത്ര വലിയ ശത്രു ഏതെല്ലാം വിധത്തിൽ പദ്ധതിയിട്ട് നമ്മുടെ അടുത്ത് വന്നാലും സ്തോത്രം ഹല്ലേലൂയ അത് നമ്മോട് അടുത്ത് വരികയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ഭാവിയെ തീരുമാനിക്കുന്നത് നമ്മുടെ ദൈവമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. നമുക്ക് ആ പ്രൊട്ടക്ഷൻ ഉണ്ട്. അതാണ് ഹല്ലേലൂയ. സാത്താൻ ഹല്ലേലൂയ യോബിന്റെ മുമ്പിൽ വന്നപ്പോൾ സാത്താനോട് ആമേൻ ഹല്ലേലൂയ ദൈവം ചോദിക്കുന്ന കാര്യം, നീ എൻ്റെ ദാസന്റെ മേൽ ദൃഷ്ടി വെച്ചുവോ? ആമേൻ. പ്രൈസ് ദി ലോർഡ്. സാത്താൻ പറയുകയാണ് ഹല്ലേലൂയ, നീ ആമേൻ സ്തോത്രം അവനുള്ള സകലത്തിനും വേലി കെട്ടി പരിപാലിച്ചിരിക്കുകയല്ലോ, എങ്ങനെ ഞാൻ അവനെ തൊടും? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഓക്കെ, അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഹല്ലേലൂയ ആമേൻ സ്തോത്രം കർത്താവ് നമുക്ക് വേലി കെട്ടി പരിപാലിച്ചിട്ടില്ലെങ്കിൽ, ആമേൻ സ്തോത്രം കർത്താവ് നമുക്ക് ഹല്ലേലൂയ പ്രൊട്ടക്ഷൻ തന്നിട്ടില്ലെങ്കിൽ, ആമേൻ സ്തോത്രം ശത്രുവിന് നമ്മെ ആമേൻ തകർത്ത് കളയുവാൻ ഈസി ആയിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അതുകൊണ്ടാണ് മറ്റുള്ളവരുടെ ഭാവികളെ കുറിച്ചോ മറ്റുള്ളവരുടെ ജീവിതങ്ങളെ കുറിച്ചോ അവർക്കൊരു പ്രത്യാശയില്ല, അല്ലെങ്കിൽ ഹല്ലേലൂയ അവർക്കൊരു ഉറപ്പുമില്ല. സ്തോത്രം അവരുടെ ഭാവി ആമേൻ സ്തോത്രം അവർ എന്താണെന്ന് അവർക്കറിയില്ല. എന്നാൽ സ്തോത്രം ഒരു ഭക്തനായ ഹല്ലേലൂയ മനുഷ്യന് പറയുവാൻ കഴിയും, ആമേൻ ഹല്ലേലൂയ ആമേൻ കർത്താവ് യേശുക്രിസ്തു വിശ്വസിക്കുന്ന നമുക്ക് പറയുവാൻ കഴിയും, ആമേൻ എൻ്റെ ദൈവം അറിഞ്ഞിട്ടല്ലാതെ ആമേൻ എൻ്റെ ജീവിതത്തിൽ ഒന്നും ഭവിക്കുകയില്ല. സ്തോത്രം. ആമേൻ എൻ്റെ ജീവിതത്തിൽ എന്തൊരു അനർത്ഥം ഭവിക്കണമെങ്കിലും അത് കർത്താവ് അറിയാതെ ആമേൻ കർത്താവ് അനുവാദം കൊടുക്കാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും വന്ന് ഭവിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ ഹല്ലേലൂയ. ആ ഒരു ഉറപ്പാണ് ആമേൻ സ്തോത്രം ഓരോ ഭക്തനെയും നാൾത്തോറും നടത്തുന്നത്. പ്രൈസ് ദി ലോർഡ്. ആ ഉറപ്പ് ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ ആമേൻ സ്തോത്രം ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ എന്ന് ഹല്ലേലൂയ ആശംസിച്ചുകൊണ്ട് ഞാൻ ദൈവസന്നിധിയിൽ ഇരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രത്യേക ഹല്ലേലൂയ വളരെ സന്തോഷമുണ്ടെങ്കിലും കുറച്ച് വിഷമമുണ്ട്. കാരണം നമ്മുടെ ഷിൻസ്ബാറിന്റെ മാതാവ് അടുത്ത ദിവസം നാട്ടിലേക്ക് കടന്നു പോവുകയാണെന്ന് ഷിൻസ് അറിയിക്കാൻ ഇടയായിത്തീർന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എപ്പോഴും കാണുമ്പോൾ ഒരു സന്തോഷമായിരുന്നു. ഇവിടെ ചർച്ചിൽ വരുമ്പോൾ കാണുമ്പോൾ ഒരു സന്തോഷമായിരുന്നു ഷിൻസ്ബാറിന്റെ അമ്മ ചർച്ചിലുള്ളത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഹല്ലേലൂയ കടന്നു പോകുന്നത് മാതാവിന് വളരെ സന്തോഷമാണെങ്കിലും പ്രൈസ് ദി ലോർഡ് നമുക്കെല്ലാം ഹൃദയത്തിലൊരു പ്രയാസമുണ്ട്. കാരണം നമുക്ക് വരുമ്പോൾ നമ്മുടെ മാതാപിതാക്കൾ ആരും ഇവിടെ ഇല്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ചർച്ചയിൽ കടന്നു വരുമ്പോൾ പ്രിയ മാതാവിനെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം നമ്മളൊരു വെക്കേഷൻ പോകുന്നതിനേക്കാളും വളരെ സന്തോഷമായിട്ടാണ് മമ്മി നാട്ടിലേക്ക് കടന്നു പോകുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം സ്തോത്രം ഇവിടുത്തെ ജീവിത ശൈലിയെല്ലാം വളരെ വ്യത്യസ്തമാണ്. നാട്ടിൽ അങ്ങനെ സ്വന്തമായി ജീവിച്ചവർക്കൂടെ പാടാം. ഞാൻ എൻ്റെ അമ്മയോട് പ്രാവശ്യം ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞപ്പോൾ അമ്മ എന്ത് ചെയ്താൽ വരത്തില്ല. കാരണം പെങ്ങളൊക്കെ വന്നപ്പോൾ എനിക്ക് സന്തോഷമായിരുന്നു. എല്ലാവരോടും വന്നാൽ എല്ലായിടത്തും ഒന്ന് കറങ്ങി കുടുംബമായിട്ട് എല്ലായിടത്തും ഒന്ന് പോകാനൊക്കെ ഒരു സന്തോഷമായിരുന്നു. പക്ഷേ ഡാഡിക്ക് കുഴപ്പമില്ല, ഇഷ്ടമായിരുന്നു. പക്ഷേ അമ്മയ്ക്ക് വരാൻ തീരെ താല്പര്യമില്ലായിരുന്നു. കാരണം അമ്മ ഇവിടുത്തെ സാഹചര്യം നാട്ടിലെ സാഹചര്യം വ്യത്യാസമാണ്. അതുകൊണ്ട് സ്തോത്രം മമ്മിക്ക് നാട്ടിലോട്ട് കടന്നു പോകുന്നതാണ് സന്തോഷമെന്ന് അമ്മൻ സ്തോത്രം ഞങ്ങൾ വിചാരിക്കുന്നു. എന്നാൽ സ്തോത്രം അമ്മ ദൈവം അനുവദിച്ചാൽ വീണ്ടും വെക്കേഷനൊക്കെ കഴിഞ്ഞ് കടന്നു വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അമ്മൻ സ്തോത്രം ഇത്രനാളും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. നമുക്ക് വളരെ സന്തോഷമാണ്. എൻ്റെ കുടുംബത്തിൻ്റെയും എല്ലാ സ്നേഹവും നന്ദിയും ഞാൻ അറിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.